ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. എൻ്റെ പേര് ആനി യൂജിൻ. എല്ലാ കൂട്ടുകാർക്കും പുതുവർഷത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും ദൈവാനുഗ്രഹവും നേരുന്നു. പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ പല തീരുമാനങ്ങളും എടുക്കാറുണ്ട്. വീട്ടമ്മമാരാണെങ്കിൽ വീട് നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം, ഗാർഡൻ നന്നായിട്ട് പരിപാലിക്കണം, വണ്ണം കൂട്ടേണ്ടവരെ കൂട്ടാനും കുറയ്ക്കേണ്ടവർ കുറയ്ക്കാനും ഒക്കെ ശ്രമിക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ട് ഹെൽത്തി ഫുഡ് മാത്രമേ കഴിക്കൂ ഇന്നു മുതൽ എന്നൊക്കെ തീരുമാനം എടുക്കാറുണ്ട്. ഈ വർഷം മുഴുവനും നമുക്ക് പുതുമ നിറഞ്ഞതാക്കാനും നമ്മുടെ തീരുമാനങ്ങൾ അതേപോലെ ഫോളോ ചെയ്യാനും പരിശ്രമിക്കാം. പുതിയ വർഷത്തിൽ നമ്മുടെ മനസ്സ് ശുദ്ധിയുള്ളതാകുന്നത് പോലെ തന്നെ നമ്മുടെ വീടും പരിസരവും കൂടി നന്നായിട്ട് വൃത്തിയുള്ളതായിട്ട് വയ്ക്കാം. നമ്മുടെ വീട് വൃത്തിയാക്കി വയ്ക്കാൻ സഹായിക്കുന്ന ഒരു ക്ലീനിങ് വ്ലോഗാണ്. ഏറ്റവും പ്രധാനം നമ്മുടെ വീട്ടിലെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ, അതായത് ഒരു വർഷത്തിന് മുകളിൽ ഉപയോഗിക്കാത്ത സാധനങ്ങൾ എല്ലാം മാറ്റുക. പലപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ പാകമല്ലാത്ത ഡ്രസ്സുകൾ ഒക്കെ ഷെൽഫിൽ ഇരിപ്പുണ്ടാകും. നമ്മൾ ആവശ്യമുള്ള സമയത്ത് ഒരു ഡ്രസ്സ് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും കാണത്തുമില്ല, അല്ലേ? കുട്ടികളുടെ ടീഷർട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റാത്തതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് റീയൂസ് ചെയ്യാൻ സാധിക്കും. അത് കിച്ചൺ ടൗലൊക്കെ ആക്കി നമുക്ക് മാറ്റാൻ സാധിക്കും. കുട്ടികളുടെ ഡ്രസ്സൊക്കെ നമ്മുടെ അടുത്ത് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അപ്പോൾ അവർക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കും. എൻ്റെ മോൻ്റെ ഡ്രസ്സുകൾ മിക്കവാറും അങ്ങനെ ഞാൻ ഉപയോഗിക്കാറുണ്ട്, മറ്റുള്ള കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ചില ഡ്രസ്സുകളൊക്കെ പെട്ടെന്ന് തന്നെ ചെറുതായി പോകും. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിലൊക്കെ നമുക്ക് മറ്റുള്ളവർ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഇത് വെറുതെ നമ്മൾ പൈസ മുടക്കി വാങ്ങിയത് നഷ്ടമാകുന്നില്ലല്ലോ എന്നുള്ള ഒരു സന്തോഷം കൂടി നമുക്കതിലുണ്ട്. നമ്മുടെ വീട്ടിലെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതും കാലിയായ ബോട്ടിലുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വേസ്റ്റിലേക്ക് മാറ്റേണ്ട സമയം കൂടിയാണ് ഈ ഒരു പുതുവർഷം. വീട്ടിലെ ഉപയോഗശൂന്യമായതും അതുപോലെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മെഡിസിൻസൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ബ്യൂട്ടി പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിരുന്നിട്ട് ഒരു പ്രയോജനവുമില്ല, വെറുതെ സ്ഥലം കളയാമെന്നേ ഉള്ളൂ. ഇന്ന് തന്നെ എടുത്ത് മാറ്റി കളയുക. വീട് ക്ലീൻ ചെയ്യുന്ന വീട്ടമ്മമാർക്ക് അറിയാം എവിടെയൊക്കെയാണ് നമ്മുടെ വീട്ടിൽ കൂടുതൽ പൊടി അടിഞ്ഞു കൂടിയിരിക്കുന്നതെന്നും. പുതിയ വർഷം പോസിറ്റീവ് എനർജി നിറയ്ക്കാനായിട്ട് ഇതൊക്കെ ഒന്ന് നമുക്ക് വൃത്തിയാക്കി വയ്ക്കാം. എനിക്ക് തോന്നുന്നത് ടൗണിൽ താമസിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ പൊടിയുടെ ശല്യം എന്ന് തോന്നുന്നു. വീടിൻ്റെ മുന്നിലൊക്കെ നല്ല ഉയരത്തിൽ ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ സൗകര്യമുണ്ടെങ്കിൽ, അതായത് കുറ്റിച്ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റുമെങ്കിൽ പൊടി അടിച്ചു കയറുന്നത് കുറഞ്ഞു കിട്ടും. പക്ഷേ ടൗണിലൊക്കെ ഉള്ളവർക്ക് അതത്ര പോസിബിളായ കാര്യമല്ല. ഓരോ ദിവസവും നമ്മൾ ഓരോ ഭാഗമായിട്ട് തിരിച്ച് ക്ലീൻ ചെയ്യുക. ഇനി ഈ ഒരു വർഷം മുഴുവനും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വീട് നന്നായിട്ട് വൃത്തിയായിട്ടിരിക്കും. ഞാൻ എപ്പോഴും ജനാലകൾ ക്ലീൻ ചെയ്യാനായിട്ട് വളരെയേറെ ശ്രദ്ധിക്കാറുണ്ട്. രണ്ട് തരത്തിലാണ് നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കുക. ഒന്നെങ്കിൽ ഡീപ്പ് ക്ലീനിങ്, അതായത് വിൻഡോയൊക്കെ നന്നായിട്ട് തുറന്നിട്ട ശേഷം തുണി ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കും. ആവശ്യമെങ്കിൽ തുണി നനച്ച് ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞാൽ വെള്ളമെല്ലാം കളഞ്ഞിട്ട് തുടയ്ക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പൊടി പറക്കാതിരിക്കാനായിട്ട് സഹായിക്കും. ഫാൻ ക്ലീൻ ചെയ്തിട്ട് ഒത്തിരി നാളായിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് അതിലെ പൊടിയൊക്കെ ഒന്ന് തൂത്ത് മാറ്റുക. ഫാൻ്റെ ലീഫിലൊക്കെ അടിഞ്ഞുകൂടിയിരിക്കുന്ന പൊടിയും അതുപോലെ അഴുക്കുമൊക്കെ വൃത്തിയാക്കാതെ കൂടുതൽ നാളുകൾ ഇരുന്നാൽ ലീഫ് അത് തുരുമ്പ് പിടിച്ചതോ അല്ലെങ്കിൽ അതിൻ്റെ പെയിൻ്റൊക്കെ പൊളിഞ്ഞു പോകുന്നതായിട്ടോ ഒക്കെ കാണാറുണ്ട്. പലർക്കും സീലിംഗ് ഫാൻ ക്ലീൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നത് ഫാൻ ഡസ്റ്റർ ആണ്. ഇത് നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കുന്നുണ്ട്. അതുപോലെ ഒരെണ്ണം നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ എല്ലാ മുറിയിലും ഇത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ ചെയറിലോ അല്ലെങ്കിൽ ലാഡറിലോ ഒക്കെ കയറി നിന്നിട്ട് ക്ലീൻ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നത് പലപ്പോഴും അപകടങ്ങൾ വിളിച്ചു വരുത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് താഴെ നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് തന്നെ ആയിരിക്കും എപ്പോഴും നല്ലത്. ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ നമ്മൾ ഇതേ രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ക്ലീനിങ് ബുദ്ധിമുട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒത്തിരി പൊടിയും അഴുക്കും എല്ലാം കൂടി നമ്മുടെ തറയിലൊക്കെ വന്ന് വീഴാൻ സാധ്യതയുണ്ട്. ഡൈനിങ് ടേബിളിൽ ഒത്തിരി സാധനങ്ങളൊക്കെ വന്നിരിക്കുന്ന അവസ്ഥയായിരിക്കും ഒരുപക്ഷെ മിക്കവരുടെയും. അത് എല്ലാവരുടെയും വീട്ടിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും അതുപോലെ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ടേബിളിൽ എപ്പോഴും വെക്കേണ്ടതല്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് യഥാസ്ഥാനത്തേക്ക് മാറ്റി വെച്ചിട്ട് നമുക്കൊന്ന് തുടച്ച് വൃത്തിയാക്കാം. എൻ്റെ ടേബിൾ ഗ്ലാസ് ടേബിളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കോളിൻ എന്ന് പറയുന്ന ഒരു ലിക്വിഡാണ്, ക്ലീനിങ് ലിക്വിഡാണ്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നോ അല്ലെങ്കിൽ ആമസോണിൽ നിന്നൊക്കെ കിട്ടും. ചില സമയത്ത് നല്ല ഓഫറിലൊക്കെ കിട്ടാറുണ്ട്. ക്ലീനിങ് ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് തുടച്ചാൽ പെട്ടെന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വൃത്തിയാക്കി എടുക്കാം.
ഞാൻ എപ്പോഴും ഇതുപോലെ ഗ്ലൗസ് ഉപയോഗിക്കാറില്ല. ചില സമയങ്ങളിൽ നമ്മുടെ സാധാരണ കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് തുടയ്ക്കാറുണ്ട്. ജസ്റ്റ് ഒന്ന് നനച്ച് പിഴിഞ്ഞ ശേഷം അതുപയോഗിച്ചിട്ട് നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മുടെ TV സ്റ്റാൻഡും ഇതേപോലെ തന്നെ നമുക്ക് തുടച്ച് വൃത്തിയാക്കാവുന്നതാണ്. ഗ്ലാസ് ആയതുകൊണ്ട് പൊടിയൊക്കെ വന്ന പെട്ടെന്ന് അത് കാണാൻ സാധിക്കും. ഇനിയത്തെ ടാസ്ക് നമ്മുടെ കുട്ടികൾക്കുള്ളതാണ്. അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കിടക്ക വിരിച്ചുകളൊക്കെ മാറ്റി നന്നായിട്ടൊന്ന് വിരിച്ചിടുക. ദിവസം മുഴുവനും പുതുമയുള്ളതാക്കുവാനും അതേപോലെ പോസിറ്റീവ് എനർജി നമ്മുടെ മുറിയിലാകെ നിറയ്ക്കുവാനും സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ചെയ്യുക. ഈ പുതുവർഷത്തിൽ നമ്മുടെ മനസ്സും ചിന്തകളും നന്മകൾ കൊണ്ട് നിറയ്ക്കുക. അസൂയയും കുശുമ്പും പരദൂഷണവും ഒക്കെ ആകുന്ന പൊടിപടലങ്ങൾ നമ്മുടെ പരിസരത്ത് നിന്ന് നമുക്ക് ദൂരെ അകറ്റാം. എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും പുതുവത്സരാശംസകൾ. ഈ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.